ദുനിയാവിന്ന് എവിടുന്ന് കിട്ടാത്ത വിലയിൽ നിങ്ങൾക്ക് വാഹനങ്ങൾ ഇവിടുന്ന് കിട്ടും. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ. നമ്മളിപ്പോ ഒരുപാട് ഷോറൂമിൽ പോയിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ എനിക്കറിയാം, വണ്ടികൾ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക, അത് നിങ്ങളൊരു ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോൾ മോഡൽ കുറഞ്ഞ വണ്ടികളാണെങ്കിലും മോഡൽ കൂടിയ വണ്ടികളാണെങ്കിലും എല്ലാ ഭാഗം മെക്കാനിക്ക്, അതുപോലെ തന്നെ വണ്ടി തട്ടിക്കണോ ഇടിച്ചിക്കണോ ഒക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഓക്കെ, അതിപ്പോൾ ഇവിടെ നിന്നല്ല, ഏത് ഷോറൂമിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്താലും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം അതാണ്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല വില പാകത്തിന് വണ്ടികൾ കിട്ടുന്ന ഒരു ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഒരു ടെൻഷനും വേണ്ട, ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് 7 സീറ്റ് വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതല്ലാതെ ചെറിയ ബഡ്ജറ്റിൽ, അതായത് ഒരു സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റിൽ ഇവിടെ കുറേ വണ്ടികളുണ്ട്. അതും ജനപ്രിയ വാഹനങ്ങളാണ്. റിഡ്സ് കാർ ഉണ്ട്, സെലേറിയോ ഉണ്ട്, i20 ഉണ്ട്, വാഗണർ ഉണ്ട്, ഇഗ്നിസ് ഉണ്ട്, ക്രെറ്റ ഉണ്ട്, റിഡ്സ് കാർ ഉണ്ട്, അതുപോലെ തന്നെ ഡിസയർ. അതുകൂടാതെ ചെറിയ പൈസക്ക്, ചില്ലറ പൈസക്ക് ഈ പഠിത്തത്തിന്റെ കേസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വാഹനങ്ങൾ, ഈ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ഡ്രൈവിംഗ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ചെറിയ പൈസക്ക് വണ്ടികൾ തപ്പി നടക്കുന്ന കുറെ ആളുകളുണ്ട്. ഓൽക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടികൾ ഇത് സെന്നസ്റ്റിലുണ്ട്. ഇവിടെ വെറും 57,000 രൂപയുള്ളൂ. അതുപോലെ തന്നെ നാനോ കാർ ഉണ്ട് 80,000 രൂപ. പിന്നെ അങ്ങനെ ചില്ലറ വാഹനങ്ങളുണ്ട്, ഏകദേശം ഒരു 10-20 വണ്ടികളുണ്ട് കേട്ടോ. വണ്ടികൾ എടുക്കുമ്പോൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക, അത് നിങ്ങളൊരു ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോൾ മോഡൽ കുറഞ്ഞ വണ്ടികളാണെങ്കിലും മോഡൽ കൂടിയ വണ്ടികളാണെങ്കിലും എല്ലാ ഭാഗം മെക്കാനിക്ക്, അതുപോലെ തന്നെ വണ്ടി തട്ടിക്കണോ ഇടിച്ചിക്കണോ ഒക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഓക്കെ, അതിപ്പോൾ ഇവിടെ നിന്നല്ല, ഏത് ഷോറൂമിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്താലും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. അത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം അതാണ്. വീഡിയോ സ്കിപ്പാക്കാതെ നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും ഏകദേശം മാക്സിമം ഇപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് വില വ്യത്യാസത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രസന്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇതിന്റെ ഓണർ ഉണ്ട്. അപ്പൊ മൂപ്പര് വീഡിയോന്റെ മുമ്പിൽ വരാൻ ചെറിയ ചടുപ്പുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. മൂപ്പര് ഇനിയിപ്പോൾ റീപ്ലേസ് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അത് റീപ്ലേസ് ഇല്ല എന്ന് പറയും. ഓക്കെ, ബാക്കി നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പൊ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മോങ്ങത്ത് മൊറയൂറാണ് പ്ലേസ് തന്നെ. അല്ല, മൊറയൂർ അല്ല, മോങ്ങം സെൻട്രൽ യൂസഡ് കാറാണ്. അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. ഇനിയിപ്പോ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ, ഇപ്പോൾ തെക്കുന്നും പടുത്തുനിന്നൊക്കെ വരികയാണെങ്കിൽ ഇവിടെ റെയിൽവേ വഴി വരുന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങാം കോഴിക്കോട്. എന്നിട്ട് ഫറോക്കിൽ ഇറങ്ങിയാലും മതി കേട്ടോ. ഫറോക്ക് ആണെങ്കിൽ എളുപ്പം. അവിടുന്ന് നേരെ മഞ്ചേരി ബസ്സിൽ കയറിയിട്ട് മൊറയൂർ ഇറങ്ങിയാൽ മതി. പിന്നെ മൂപ്പരെ നമ്പർ ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മൂപ്പർ തന്നെ ലൊക്കേഷനൊക്കെ അയച്ചു തരും. പിന്നെ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നിലമ്പൂർ, ഈ പാണ്ടിക്കാട്, അതുപോലെ തന്നെ മഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓൽക്ക് വള്ളംപുറം കഴിഞ്ഞിട്ട് മോങ്ങം കഴിഞ്ഞിട്ട് മൊറയൂർ അങ്ങനെ വന്നാലും മതി. കറക്റ്റ് സ്പോട്ട് വരുന്നത് മൊറയൂറാണ്, സെൻട്രൽ യൂസഡ് കാർ. ഇവിടെ ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു ജനപ്രിയ വണ്ടിയായ റിഡ്സ് കാർ. അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഏകദേശം ഒരു 25,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ, ഡൗൺ പേയ്മെന്റ് അടക്കാനുണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റിയൊരു വാഹനം കൂടിയാണ്. പിന്നെ റിഡ്സ് കാർ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. റിഡ്സ് കാറിനെ പറ്റിയിട്ട് അറിയുന്നവർക്ക് അറിയാം. നല്ല എഞ്ചിൻ, നല്ല പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ്. അതുപോലെ തന്നെ ഈ കാറ്റൊക്കെ നല്ല വലിവ് ഉണ്ടാവും കേട്ടോ. ഈ വണ്ടി മോഡൽ വരുന്നത് 2013 ആണ്. 14 രജിസ്റ്റർഡ് ഉണ്ട്. ഏകദേശം 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി റീപ്ലേസ് ഇല്ല കേട്ടോ, ഇടിയും കുത്തൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇപ്പോൾ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടുള്ള ടയർ ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഓപ്ഷൻ വരുന്ന VDI ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 2,75,000 രൂപയാണ്. മാക്സിമം 25,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ ലോൺ തീർക്കാനും പറ്റും. ഇവിടെ സെക്കൻഡ് സ്കൂട്ടർ എടുക്കുന്ന പൈസക്ക് ഒരു ZS 27 വരെ പേപ്പർ ഉണ്ട്. 2007 വണ്ടിയാണ് കേട്ടോ. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ കയറ്റിയിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് ആണ്. ഒരു പഠിത്തത്തിന്റെ കേസിനൊക്കെ പറ്റിയൊരു വാഹനമാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളൊരു പുതിയ വണ്ടി എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് ഡ്രൈവിംഗ് ഒക്കെ സെറ്റ് ആക്കണമെന്ന് ആലോചിക്കുന്ന കുറേ ആളുകളുണ്ട്.
ഓൽക്കൊക്കെ എടുക്കാൻ പറ്റിയ ചൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനം. വെറും 57,000 രൂപയാണ് ചോദിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു ഖീദ്മത്തിന്റെ വാഗണർ, ഒരു ടെൻഷനും വേണ്ട, സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ്. ഏകദേശം 82,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓപ്ഷൻ തന്നെ VXi ആണ് കേട്ടോ. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 പുതിയ ടയറൊക്കെ ഉണ്ട്. കോഫി ബ്രൗൺ കളറിലാണ് വന്നിട്ടുള്ളത്. നല്ല കാണാൻ ഭംഗിയുള്ളൊരു കളറാണ്. അതുപോലെ തന്നെ ഈ വണ്ടീന്റെ ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ഇന്റീരിയർ ഭാഗത്ത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ എന്താ പറയാനുള്ളത്, കമ്പനി സെറ്റ് ഉണ്ട്. ഓക്കെ, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 3.5 ലക്ഷം രൂപയാണ്. മാക്സിമം ഒരു 10-25,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ആൾട്ടോ കാറിന്റെ പൈസക്ക് ഒരു കിതുമത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു 7 സീറ്റ് വാഹനം, അതും മാരുതിന്റെ എർട്ടിഗ. മെയിൻ്റെനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വാഹനം കേട്ടോ. മാരുതിന്റെ ആയതുകൊണ്ട് പിന്നെ ഒരു ടെൻഷൻ ആക്കണ്ട. ചെറിയ മെയിൻ്റെനൻസ് ആണ്. വളരെ ഇപ്പൊ എന്ത് സ്പെയർ വാങ്ങുന്നുണ്ടെങ്കിലും ചില്ലറ പൈസയല്ലേ ആവുള്ളൂ. ഈ വണ്ടി മോഡൽ വരുന്നത് 2013 കേട്ടോ. ഓപ്ഷൻ വരുന്ന VDI ആണ്, ഡീസലാണ്. ഒരു ടെൻഷനും വേണ്ട, ഈ റീപ്ലേസ് ഇല്ല, ഇടിയും കുത്തൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഏകദേശം 1,31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസുള്ള ഒരു വാഹനം. കറക്റ്റ് കമ്പനി സർവീസുള്ള ഒരു വാഹനം ഇപ്പൊ മാർക്കറ്റിൽ അങ്ങനെ കിട്ടാൻ പ്രയാസമുള്ളതാണ്. ഈ എർട്ടിഗ ഒക്കെ മോഡൽ കുറഞ്ഞ വാഹനങ്ങൾ. ഇന്റീരിയർ ഭാഗത്ത് നോക്കണമെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി സെറ്റ്, പിന്നെ AC, പവർ സ്റ്റിയറിംഗ്, AC സെൻട്രൽ AC ആണ് വരുന്നത്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം ഓടാനുള്ള ടയർ, കട്ടയുള്ള ടയറൊക്കെ ഉള്ളതാണ്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 3,95,000 രൂപയാണ് ചോദിക്കുന്നത്. മാക്സിമം ഒരു 10-50 രൂപയൊക്കെ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ലോൺ ഇറക്കാൻ പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഒരു ആൾട്ടോ 800 എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു ജമാഅത്തിന്റെ ആളുകൾക്ക് ഇരുന്ന് പോകാൻ പറ്റിയ ഒരു 7 സീറ്റ് വാഹനം, അതും ഡീസലാണ്. 20 കിലോമീറ്റർ വരെ മൈലേജും കിട്ടും. റിനോൾട്ടിന്റെ ലോഡ്ജാണ്. ഒരു ടെൻഷനും വേണ്ട. ഒരു 10 ആൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോവാട്ടോ. വണ്ടി 7 സീറ്റ് ആണെങ്കിലും 10 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു വണ്ടി. അതും അല്ലാതെ AC, ബാക്കോടെ AC ഉള്ളൊരു വാഹനമാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ആൾക്ക് വരെ നല്ല സുഖത്തിൽ ഊട്ടിക്ക് പോയ പോലെ ഉണ്ടാവും. അത്രയും തണുപ്പാണ്. വണ്ടി മെക്കാനിക്ക് ഫുൾ ഫിറ്റ് കേട്ടോ. ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2015 മോഡലാണ് വരുന്നത്. ഏകദേശം 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,75,000 രൂപയാണ്. മാക്സിമം ഫുള്ള് ലോൺ, ഒരു നയാ പൈസ വേണ്ട, ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ചെറിയ ബഡ്ജറ്റിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വാഹനം വേണം, അതുപോലെ തന്നെ ഡീസൽ വണ്ടി വേണം എന്നൊക്കെ തപ്പി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ ഇറക്കാം. ഒരു ടെൻഷനും വേണ്ട, നല്ല വണ്ടിയാണ് കേട്ടോ. ഇത് റിനോൾട്ടിന്റെ പൾസാണ്. പൾസ് 20 പുറത്തൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഇത് പുഷ് ബട്ടനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വാഹനം. വേറെ ഇടിയും കുത്തൊന്നുമില്ല. മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് എന്നാണ് മൂപ്പര് പറയുന്നത്. വേറെ പ്രശ്നങ്ങളില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഏകദേശം 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ ഇടിയും കുത്തൊന്നുമില്ല കേട്ടോ. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 1,80,000 രൂപയാണ്. ഒരു 30,000 രൂപ നിങ്ങൾ കൊണ്ടുവന്നാൽ ബാക്കിയുള്ളത് ലോൺ ചെയ്യാൻ പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു നാനോ ടിസ്റ്റ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. 2015 വണ്ടിയാണ് കേട്ടോ. അതും ഡിക്കുള്ള ടൈപ്പാണ്. ഓപ്ഷൻ തന്നെ XT. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ബാക്കിൽ 2 പുത്തൻ ടയർ ഉണ്ട്. ഏകദേശം 1ന്റെ ഉള്ളിലേക്കാണ് വണ്ടി ഓടിയിട്ടുള്ളത്. റീപ്ലേസ് ഇല്ല കേട്ടോ. ഇടിയും കുത്തൊന്നുമില്ല. വണ്ടി മെക്കാനിക്കൊക്കെ ഫിറ്റ് ആണ് കേട്ടോ. വേറെ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. വരുന്നവർ വന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോട്ടോ. ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്നത് 87,000 രൂപയാണ്. 87. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി, അതും മൈലേജ് കൂടുതൽ കിട്ടുന്ന ഡിസയർ. നല്ല ബൂട്ട് സ്പേസ്, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വാഹനം. അത്യാവശ്യം ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമുള്ളൊരു വണ്ടി ഡിസയർ ആണ്. പിന്നെ 2009 വണ്ടിയാണ് കേട്ടോ. 29 വരെ പേപ്പർ ഉണ്ട്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. വണ്ടി മെക്കാനിക്കൊക്കെ ഫുള്ളാണ്. ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത്, ഇത് ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഓപ്ഷൻ വരുന്നത് VDI ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം കട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത് 1,80,000
65,000 രൂപയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല കിണ്ണം പോലത്തെ 2 കളറിൽ വന്നിട്ടുള്ള മാരുതിന്റെ ഇഗ്നിസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ടെൻഷനും വേണ്ട, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആൽഫയാണ് ഓപ്ഷൻ വരുന്നത്. ആൻഡ്രോയിഡ് അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, ബാക്ക് വൈപ്പർ എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഏകദേശം 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഇല്ല കേട്ടോ, ഇടിയും കുത്തൊന്നും ഇല്ലാത്ത ഒരു വാഹനം കൂടിയാണ്. വേറെ മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് ആണ്. ഡബിൾ കളറിൽ RC ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ്. 2017 വണ്ടിയാണ് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ഇതിന് ചോദിക്കുന്ന വില 4,10,000 രൂപയാണ്. മാക്സിമം ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. ആൾട്ടോ കാർ എടുക്കുന്ന പൈസക്ക് ഒരു ഇന്നോവ കാർ, അതും എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന കളറാണ് ഇത്. സിൽക്കി ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ഒരു ടെൻഷനും വേണ്ട. 2028 വരെ പേപ്പർ ഉണ്ട്. 2008 മോഡൽ. ഓപ്ഷൻ വരുന്നത് G4 ആണ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളുഭാഗം ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ, അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വേറെ റീപ്ലേസ് ഇല്ല കേട്ടോ. ഇത് റീവണ്ടിയാണ്, നമ്പർ ആയ ഒരു വാഹനമാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില 3,60,000 രൂപ. 3,60,000 രൂപയാണ് ചോദിക്കുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. മെക്കാനിക്കൊക്കെ ഫുൾ ഫിറ്റ് എന്നാ മുതലാളി പറഞ്ഞത്. വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നല്ല കിണ്ണം പോലത്തെ ഹുണ്ടായിന്റെ ക്രെട്ടയാണ്, ഡീസലാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് കേട്ടോ. SX ആണ് വരുന്നത്. 2015 വണ്ടി. അതും ഒരു ടെൻഷനും വേണ്ട. ആൻഡ്രോയിഡ് അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, സ്റ്റിയറിംഗ് കൺട്രോൾ, അലോയ്സ് എല്ലാ സെറ്റപ്പുള്ള ഒരു വണ്ടിയാണ്. 6 എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ ഇതില്. വേറെ ഇടിയും കുത്തൊന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ഏകദേശം 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. വേറെ ടെൻഷൻ വേണ്ട. വണ്ടി എല്ലാ ഭാഗം ഫിറ്റ് ആണ്. ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 6 ലക്ഷം രൂപയാണ് കേട്ടോ. മാക്സിമം ഒരു 5 ലക്ഷം രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റും. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. നല്ല കീതുമത്തിന്റെ ഒരു ഒറിജിനൽ കേരള ഇന്നോവയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു ടെൻഷനും വേണ്ട. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വണ്ടിയാണ്. ഒരു നയ പൈസ വേണ്ട കേട്ടോ. ഈ വണ്ടി ആരെങ്കിലും 0 ഡൗൺ പേയ്മെന്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് ലോൺ കിട്ടും. 9 ലക്ഷം രൂപ ഇൻഷുറൻസ് IDV ഉണ്ട്. അല്ല 9 അല്ല, 10 ലക്ഷം രൂപ ഇൻഷുറൻസ് IDV ഉണ്ട് ഇതിന്. ഫുള്ള് ലോണ്, പൈസ വേണ്ട. 10ന്റെ ഉള്ളിലാണ് ചോദിച്ചിട്ടുള്ളത്. വില ഞാൻ അവസാനം പറഞ്ഞുതരാം. 2016 വണ്ടി. ഓപ്ഷൻ വരുന്നത് G4 ആണ് കേട്ടോ. ഏകദേശം ഈ വണ്ടി 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ ഇടിയും കുത്തൊന്നുമില്ല. മെയിൻ ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ഉള്ളത്. ഈ മെയിൻ ഗ്ലാസ് അതെന്തോ തേങ്ങ വീണിട്ട് എന്തോ പൊട്ടിയതാണ്. അത് ഹിസ്റ്ററിയിലുണ്ട്. ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്താൽ ഈ മെയിൻ ഗ്ലാസ് മാറിയത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വേറെ ബോണറ്റ് അതുപോലെ തന്നെ ഡിക്കൊന്നും റീപ്ലേസ് ഇല്ല കേട്ടോ. കേരള വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക്ക് ഫുൾ ഫിറ്റ് ആണ്. ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 9 ലക്ഷം രൂപയാണ്. 2016 വണ്ടി, കേരള വണ്ടി. എവിടുന്നെങ്കിലും കിട്ടോ ഈ വിലക്ക്? ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. വരുന്നവർ എല്ലാ ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോട്ടോ. നല്ല കിണ്ണം പോലത്തെ മാരുതിന്റെ സെലേറിയോ, അതും മാനുവൽ വണ്ടിയാണ്. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZXi പ്ലസ് അലോയ്സ് വരുന്നുണ്ട്. കമ്പനി സെറ്റ്, സ്റ്റിയറിംഗ് കൺട്രോള്, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വാഹനം. നല്ല കിരുമത്തിന്റെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പുത്തൻ ടയറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത്. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇടിയും കുത്തൊന്നുമില്ല. 2018 മോഡല്, 19 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനം. അതും സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഏകദേശം 82,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. ഈ വാഹനത്തിന് ചോദിക്കുന്ന വില 3,60,000 രൂപയാണ്. മാക്സിമം ഫുള്ള് ലോണിൽ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കും. ഒരു നയാ പൈസ ഇല്ലാതെ ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ ഹുണ്ടായിന്റെ i20, അതും ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ്. ആസ്തയാണ് കേട്ടോ. ഒരു ടെൻഷനും വേണ്ട. ആൻഡ്രോയിഡ് അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, ബാക്ക് വൈപ്പർ, നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സെറ്റപ്പ് വരുന്ന ഒരു വാഹനം. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇത് ലാസ്റ്റ് വാഹനമാണ് കേട്ടോ. ഇവിടെ കാണിക്കുന്ന ലാസ്റ്റ് വണ്ടിയാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, ലൊക്കേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ മൂപ്പര നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇത് കറക്റ്റ് പ്ലേസ് വരുന്നത് മൊറയൂർ സ്കൂൾ പടിയാണ്.
മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് 4 കിലോമീറ്റർ വന്നാൽ മതി. അതുപോലെ തന്നെ പാലക്കാട് ആ റോഡിന് വരികയാണെങ്കിൽ മലപ്പുറം വള്ളാമ്പുറം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുന്നത് i20 ആണ്, ഡീസലാണ്, ഡീസൽ വണ്ടിയാണ് കേട്ടോ. നല്ല ഫാൻസി നമ്പർ ആണ് കേട്ടോ. പിന്നെ 4444 2015 മോഡലാണ്. ഓപ്ഷൻ വരുന്നത് ആസ്തയാണ്. 2015 മോഡലാണ്. ഏകദേശം 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ് കേട്ടോ. ഇടിയും കുത്തൊന്നുമില്ല, റീപ്ലേസ് ഇല്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്നത് 4,60,000 രൂപയാണ്. മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാം കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുള്ള നമ്പറിൽ വിളിച്ചോ. ബാക്കി എല്ലാ കാര്യങ്ങളും മുപ്പിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.